സുപ്രീം കോടതി ഇന്നലെ പാസ്സാക്കാൻ പോയ ഇടക്കാല ഉത്തരവ്, ആ ഇടക്കാല ഉത്തരവ് ഞങ്ങൾ തന്നെ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ് ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പാസ്സാക്കിയത്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഒരു സൂചന എന്ന് പറയുന്നത് സർക്കാരിന് ഇതിനകത്തൊന്നും ഒരു ഉത്തരമില്ലെന്നുള്ളതാണ്. ഇന്നലെ സുപ്രീം കോടതിയിൽ വാദിച്ച ഹർജിക്കാരുടെ വാദത്തിനും അതേപോലെ തന്നെ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കും യാതൊരു ഉത്തരവുമില്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. ഇന്ന് വന്ന ഉടനെ തന്നെ, അതായത് 5 മിനിറ്റിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പാസ്സാക്കിയേക്കുന്നത്. കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കേന്ദ്രം. കൂടുതൽ സമയം എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പാസ്സാക്കി, ഇനിയിപ്പോൾ ഫർദർ ഇടക്കാല ഉത്തരവ് പാസ്സാക്കുന്നതിന് മുമ്പ് അവർക്ക് ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്യണം എന്ന് പറഞ്ഞു, കുറച്ച് ഡീറ്റെയിൽസ് വെക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സമയം ചോദിച്ചത്. പക്ഷേ ആ സമയം ചോദിച്ചതിൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് ഒരിടക്കാല ഉത്തരവും പാസ്സാക്കാതിരിക്കാനുള്ള ഒരു കുതന്ത്രമായിരുന്നു അത്. പക്ഷെ അത് കോടതിക്ക് മനസ്സിലായി. അപ്പോൾ സമയം കൊടുക്കുന്നതോട് കൂടി തന്നെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇടക്കാല ഉത്തരവായിട്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞതനുസരിച്ചിട്ട് വഖഫ് ബോർഡിൽ നോൺ മുസ്ലിംസ് അല്ലാത്ത ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ സുപ്രീം കോടതി അനുമതി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഉത്തരവ് അനുസരിച്ചിട്ട് ഒരാളെ പോലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തന്നെ പറയുകയാണ്. ഞങ്ങൾ ആരും അപ്പോയിന്റ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റെക്കോർഡ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും ഇനി ഒരു അപ്പോയിന്റ്മെന്റ് നടക്കില്ല. ഇനി സുപ്രീം കോടതിയുടെ ഒരു പെർമിഷൻ കിട്ടാതെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കില്ല. ഒന്നത്. രണ്ടാമത്തത്, ഈ വഖഫ് ആയിട്ട് ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭൂമിയും ഒരു പള്ളിയും ഒരു കെട്ടിടവും ഇനി അത് തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് രണ്ടാമതായിട്ട് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് കളക്ടർമാരുടെ അധികാര പരിധിയും അതെല്ലാം ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇന്നലെ കോടതി പാസ്സാക്കാൻ പോയ ഒരു ഇടക്കാല ഉത്തരവിനേക്കാളും കുറച്ചും കൂടി വ്യാപ്തിയുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് പാസ്സാക്കിയിരിക്കുന്നത്. ആശ്വാസകരമാണെന്ന് കരുതാമോ കോടതിയുടെ നടപടി? ആശ്വാസകരെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം അവരുടെ ഒരു പെറ്റ് പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്ന ഈ ഒരു നിയമം എന്ന് പറയുന്നത് വെറും 2 മണിക്കൂറത്തെ വാദം കൊണ്ട് തന്നെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല, ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ ഇന്ന് 5 മിനിറ്റിനകം ഞങ്ങളെല്ലാം സമ്മതിച്ചു തരുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസകരമാണെന്ന് മാത്രമല്ല ഗവൺമെന്റ് വലിയ തിരിച്ചടിയാണത്. ഈ പാർലമെന്റ് പാസാക്കി വലിയ കാലതാമസം ഇല്ലാതെ സുപ്രീം കോടതി വിഷയം എടുത്ത് ഈ വിധത്തിലുള്ള ഒരു തിരിച്ചടി അത്യസാധാരണം കൂടിയല്ല, ഇങ്ങനെ സുപ്രീം കോടതി പരിഗണിച്ചു എന്നുള്ളത്. അതെ, അത് സുപ്രീം കോടതിയിൽ അവർ പിന്നെയും അത് സർക്കാർ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം ഒരു സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അധികാര പരിധി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. അതിന്റെ വ്യക്തമായിട്ട് ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർമൽ രീതിയിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും സ്റ്റേ ചെയ്യില്ല. പക്ഷേ ഇവിടെ അസാധാരണത്വമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞത് തന്നെ ആ നിയമത്തിന്റെ ഭരണഘടനാ വിരുദ്ധം മുഴച്ചു നിൽക്കുന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. പ്രധാനമായി 7 ദിവസം സമയം ഇപ്പോൾ കേന്ദ്രത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും വരിക 7 ദിവസത്തിന് ശേഷമായിരിക്കുമോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അതെ, ഇനിയിപ്പോൾ 7 ദിവസത്തിന് ശേഷം കോടതിയിൽ കേസ് വരുമ്പോൾ എന്തായാലും ഇടക്കാല ഉത്തരവ്, ഈ പറയുന്ന ഇടക്കാല ഉത്തരവ് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന്റെ വ്യാപ്തി വലുതാക്കണോ എന്നുള്ളതായിരിക്കും കോടതി ഇനി തീരുമാനിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് പാസ്സാക്കിയ ഉത്തരവ് ഇനിയിപ്പോൾ അടുത്ത ഹിയറിംഗിന്റെ സമയത്ത് ഒന്നില്ലെങ്കിൽ അതിന്റെ വ്യാപ്തി വലുതാക്കും, അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യും. സാങ്കേതികത്വമായി പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ വഖഫ് നിയമം നിലവിലില്ല. സംഗതി സുപ്രീം കോടതി ഇൻ്ററിം ഓർഡർ പാസ്സാക്കിയില്ലെങ്കിലും എന്തെല്ലാം വിഷയങ്ങളിൽ സുപ്രീം കോടതി ഇൻ്ററിം ഓർഡർ പാസ്സാക്കുമെന്ന് പ്രഖ്യാപിച്ചോ അതെല്ലാം തന്നെ ഇന്ന് അറ്റോർണി ജനറൽ തുഷാർ മേത്ത അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം ഇൻ്ററിം ഓർഡറിൻ്റെ വക്കോളമെത്തിയ കാര്യങ്ങൾ ഇന്ന് വീണ്ടും തുടർ വിചാരണയ്ക്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടത് ഇത്തരമൊരു സ്റ്റേ നൽകിയാൽ അത് ഒരു തെറ്റായ കീഴ്വഴക്കമാകുമെന്നും ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ബില്ലിന് പെട്ടെന്ന് തന്നെ സ്റ്റേ ലഭിക്കുന്നു എന്നുള്ള ഒരു ട്രാക്കും ഒരു റെക്കോർഡും നിലവിൽ വരുന്നത് ഉചിതമല്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കോടതിക്കും അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കോടതി പറഞ്ഞു, ഇതെല്ലാം പറയുന്നതിനോട് കൂടി തന്നെ മറുവശത്ത് വളരെ ഗൗരവമായ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗത്തിൻ്റെ അവകാശങ്ങളെ ഹനിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു വാദവും വലിയൊരു ആക്ഷേപവും മറുവശത്തുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിനെ സാധാരണ ഒരു കോടതി വ്യവഹാരം പോലെ അങ്ങനെ ഉപേക്ഷിക്കുക, വൈകിപ്പിക്കുക സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ തള്ളാനാവില്ല എന്ന് പറഞ്ഞു. കൂടാതെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുക സാധ്യമല്ല, ഏറ്റവും ഗൗരവമുള്ള വിഷയമാണെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. അപ്പോഴാണ് തുഷാർ മേത്ത ഒരു വാദം പറഞ്ഞത്.
ലക്ഷക്കണക്കിന് പരാതികളും മറ്റും സ്വീകരിച്ചാണ് ഇത്തരമൊരു നിയമനിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇതിൽ മറുപടി പറയാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. വല്ലാതെ സമയം അനുവദിക്കാൻ കോടതി തയ്യാറായില്ല. 7 ദിവസത്തിനകം ഈ വിഷയത്തിൽ മറുപടി നൽകണം എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, 70ഓളം പെറ്റീഷനുകൾ കോടതിയുടെ മുൻപിലുണ്ടെങ്കിലും 5 പേരെ മാത്രമാണ് ഈ വിഷയത്തിൽ കേൾക്കുകയെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു നിയമയുദ്ധത്തിലേക്ക് ഈ വിഷയത്തെ വലിച്ചുകൊണ്ടു പോകാൻ സുപ്രീം കോടതിക്ക് താൽപ്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആ 5 പേരിൽ കപിൽ സിബൽ, ധവാൻ, മനു അഭിഷേക് സിംഗ്വി, ഒപ്പം അഹമ്മദി അടക്കമുള്ള 4 പേരും മറ്റൊരാളുമായിരിക്കും ഈ വിഷയം സുപ്രീം കോടതിയിൽ വാദം പറയുക. ആ വാദങ്ങൾ കൂടി പരിഗണിച്ച് കോടതി അന്തിമ വിധി പ്രസ്താവിക്കും. അങ്ങനെ ഒരു വിധി പ്രസ്താവന ഉണ്ടാകുന്നതുവരെ സാങ്കേതികത്വമായി കോടതി സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ വകുപ്പുകളും ചട്ടങ്ങളും അത് നടപ്പിലാക്കുന്നത് സ്വയം നിർത്തിവെക്കാമെന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ തന്നെ സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തി. ഓർക്കേണ്ടത്, ഇത്തരമൊരു നടപടിക്രമം പോലും സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. പാർലമെൻറ്റ് ഒരു ബില്ല് പാസാക്കിയാൽ വിശദമായി വാദം കേട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിചാരണയ്ക്കൊടുവിലാണ് അതിലെ മെയിൻ്റനബിളാണോ, അതിലേതൊക്കെ നിലനിൽക്കും, ഏതൊക്കെ ഇല്ലാതാകും എന്ന തരത്തിൽ വിധി പ്രസ്താവന നടത്തുക. ഇവിടെ ആദ്യം തന്നെ ഇൻ്ററിം ഓർഡർ പുറപ്പെടുവിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഒരു രാജ്യ സർക്കാരിൻ്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന നടപടിയും ഒരു തെറ്റായ കീഴ്വഴക്കവുമാകുമെന്ന അഭ്യർത്ഥനയെ മാനിച്ച്, എങ്കിൽ ഞങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്ന ഇൻ്ററിം ഓർഡർ നിങ്ങൾ തന്നെ സമ്മതിക്കൂ എന്ന തരത്തിലേക്ക് എത്തിച്ചേർന്ന അറ്റോർണി ജനറൽ അതെല്ലാം സമ്മതിച്ച് കോടതി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടാണ് ഈ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചത്. ചുരുക്കത്തിൽ ഇൻ്ററിം ഓർഡറും സ്റ്റേയുമില്ലെങ്കിലും വെർച്വലി വഖഫ് അമെൻമെൻറ്റ് ബിൽ അഥവാ ഉമീദ് എന്ന് പറഞ്ഞ് പാസാക്കിയ ബിൽ ഇപ്പോൾ ഈ രാജ്യത്ത് നിലവിലില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം.